Welcome to Garam Masala, the magic spices of cooking. പലരും കിച്ചണിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഫ്രൂട്ട് ഫ്ലൈസ്. ഇവയെ തുരത്താനുള്ള ചില ടിപ്സുകൾ നമുക്കിന്ന് നോക്കാം. ഫ്രൂട്ട് ഫ്ലൈസ് വരാതെ ശ്രദ്ധിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുവേണ്ടി കുക്കിംഗ് കഴിഞ്ഞതിനു ശേഷം കൗണ്ടർ ടോപ്പ് ചൂടുവെള്ളത്തിലോ സോപ്പ് വെള്ളത്തിലോ നന്നായി തുടച്ചെടുക്കണം. ഒരിക്കലും ഫുഡ് വേസ്റ്റുകൾ കൗണ്ടർ ടോപ്പിൽ ഇടരുത്. ക്യാബിനറ്റ്സ്, പാൻട്രി ഇവയെല്ലാം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും സൂക്ഷിക്കുന്ന സ്ഥലം പ്രത്യേകിച്ച് വൃത്തിയാക്കി സൂക്ഷിക്കണം. തറയിലെല്ലാം എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ കിച്ചൺ ഫ്ലോർ ദിവസവും ക്ലീൻ ചെയ്യണം. നമ്മൾ കഴിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള പ്ലേറ്റും വെസൽസും എല്ലാം ഉടൻ തന്നെ കഴുകി വെക്കണം. ഡിഷ് വാഷർ ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് വെച്ച് അടച്ചു വെക്കണം. അല്ലെങ്കിൽ ഫ്രൂട്ട് ഫ്ലൈസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫ്രൂട്ട് ഫ്ലൈസ് മുട്ടയിടുന്നത് തടയുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. സാധാരണയായി ഇവ ഭക്ഷണ പദാർത്ഥത്തിലോ അല്ലെങ്കിൽ നനഞ്ഞ പ്രതലത്തിലോ ആണ് മുട്ടയിടുന്നത്. അതായത് സിങ്ക്, ഗാർബേജ് ക്യാൻ ഇവയിലെല്ലാമാണ് മുട്ടയിടുന്നത്. അതുകൊണ്ട് തന്നെ സിങ്ക് എല്ലാം എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം. ഓരോ ദിവസവുമുള്ള വേസ്റ്റ് അന്നു തന്നെ കളയണം. വീട്ടിലുണ്ടാക്കുന്ന കമ്പോസ്റ്റ് കിച്ചണിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അത് വീടിന്റെ പുറത്തോട്ട് മാറ്റണം. അടപ്പോടു കൂടിയുള്ള വേസ്റ്റ് ബിൻ ഉപയോഗിക്കണം. ഫ്രൂട്ട്സിനെ എല്ലാം അടച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയോ ചെയ്യണം. അതുപോലെ തന്നെ കേടുവന്നിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ വീടിന്റെ പുറത്തോട്ട് കളയണം. വീടിന്റെ അകത്ത് വെക്കരുത്. ഫ്രൂട്ട്സ് വാങ്ങി കൊണ്ടുവന്ന ഉടനെ തന്നെ നന്നായി കഴുകിയതിനു ശേഷം തുടച്ചു വെക്കണം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ അകത്ത് സൂക്ഷിക്കുകയോ ചെയ്യാം. എസൻഷ്യൽ ഓയിൽ ഉപയോഗിച്ച് നമുക്ക് ഫ്രൂട്ട് ഫ്ലൈസ് വരുന്നത് തടയാം. എസൻഷ്യൽ ഓയിൽ ഫ്രൂട്ട് ഫ്ലൈസിനെ നശിപ്പിക്കുകയില്ല. എന്നാൽ ഫ്രൂട്ട് ഫ്ലൈസ് ഒന്നിച്ചു കൂടുകയും നമുക്ക് അവയെ നശിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലോട്ട് 1 കപ്പ് വെള്ളം എടുക്കാം. ഇതിലോട്ട് 5 മുതൽ 10 ഡ്രോപ്പ് വരെ ലെമൺ ഗ്രാസ്, യൂക്കാലിപ്റ്റസ് അല്ലെങ്കിൽ പെപ്പർമിന്റ് ഇവയിലേതെങ്കിലും എസൻഷ്യൽ ഓയിൽ എടുക്കാം. ഇനി ഫ്രൂട്ട് ഫ്ലൈസ് വരുന്ന സ്ഥലത്ത് നമുക്കിതിനെ സ്പ്രേ ചെയ്യാം. ഇവ സാധാരണയായി മുട്ടയിടുന്നത് ഡ്രൈനേജുകളിലാണ്. ഇതിലോട്ട് നമുക്ക് ഒരേ അളവിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വിനാഗിരി, തിളച്ച വെള്ളം ഇവ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഫ്രൂട്ട് ഫ്ലൈസിന്റെ മുട്ടകളെ നശിപ്പിക്കാൻ സാധിക്കും. ഫ്രിഡ്ജിന്റെ ഡോർ, അതുപോലെ ഫ്രിഡ്ജിന്റെ മുകൾ ഭാഗം, അടിഭാഗം ഇവയെല്ലാം എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം. സ്റ്റൗ, ഡിഷ് വാഷ് ഇവയും ഇവയുടെ അടിഭാഗവും എല്ലാം എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം. ഫ്രൂട്ട് ഫ്ലൈസ് വരാതിരിക്കാൻ വേണ്ടി വിൻഡോ സ്ക്രീൻ ഇടുന്നത് നല്ലതാണ്. ഫ്രൂട്ട് ജ്യൂസ് എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ക്യാനുകൾ വേസ്റ്റിലോട്ട് കളയുന്നതിന് മുൻപായി അവയെ ചെറു ചൂടുള്ള വെള്ളം കൊണ്ടൊന്ന് റിൻസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് വേസ്റ്റിലോട്ട് ഇടാം. അങ്ങനെയെങ്കിൽ ഫ്രൂട്ട് ഫ്ലൈസ് വരികയില്ല. ഫ്രൂട്ട് ഫ്ലൈസ് വന്നാൽ അവയെ നശിപ്പിക്കാനുള്ള ചില ടിപ്സുകൾ നോക്കാം. ഇവയെ നശിപ്പിക്കാനായി ഹോം മെയ്ഡ് ട്രാപ്പുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചില ഫ്രൂട്ട് ഫ്ലൈ ട്രാപ്സുകളെ നമുക്ക് പരിചയപ്പെടാം. പേപ്പർ ഫണൽ ഉപയോഗിച്ചുള്ള ട്രാപ്പിനെ നമുക്ക് ആദ്യം നോക്കാം. മുകൾ ഭാഗം വലിപ്പം കുറഞ്ഞ ഒരു ജാർ എടുക്കണം. വൈൻ ബോട്ടിലോ സോഡോ ബോട്ടിലോ എല്ലാം എടുക്കാം. ഈ ജാറിലോട്ട് നമുക്ക് ഒരു ഫ്രൂട്ട് ബൈറ്റ് വെക്കണം. ഫ്രൂട്ട് ബൈറ്റായി നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ബനാന, സ്ട്രോബെറി, പീച്ച് ഇവയെല്ലാം ഉപയോഗിക്കാം. നന്നായി പഴുത്തതായിരിക്കണം ഇവ. ഇതിനു പകരമായി തേനോ സ്റ്റോർ ബോട്ടിൽഡ് ഫ്രൂട്ട് ജ്യൂസോ ആപ്പിൾ സിഡർ വിനെഗറോ വൈനോ എല്ലാം ഉപയോഗിക്കാം. ഇനി ഒരു പേപ്പർ എടുത്ത് അതിനെ റോൾ ചെയ്ത് ഫണൽ ഷേപ്പിലോട്ട് മാറ്റണം. ഇനി ഇതിനെ നമുക്ക് ജാറിന്റെ മുകളിലൂടെ ഇറക്കി കൊടുക്കാം. ഇത് ഫ്ലൈസിനെ അകത്തോട്ട് കയറാൻ സഹായിക്കും. പക്ഷെ ഇവയ്ക്ക് പുറത്തോട്ട് പറന്നു പോകാൻ കഴിയുകയില്ല. ഫണലിന്റെ അടിഭാഗം നമ്മൾ വെച്ചിട്ടുള്ള ഫ്ലൈ ബൈറ്റിൽ മുട്ടരുത്. അങ്ങനെയെങ്കിൽ ഫ്ലൈസിന് അകത്തോട്ട് പ്രവേശിക്കാൻ കഴിയുകയില്ല. ഇനി ഫ്രൂട്ട് ഫ്ലൈ ഉള്ളിടത്ത് നമുക്ക് ഈ ട്രാപ്പിനെ വെക്കാം. അതായത് കിച്ചൺ സിങ്ക്, ഗാർബേജ് ക്യാൻ, ഫ്രൂട്ട് ബൗൾ ഇവയുടെ എല്ലാം അടുത്ത് വെക്കാം. ഇതിനെ നമുക്ക് ഓവർനൈറ്റ് വെക്കണം. രാവിലെ ആകുമ്പോഴേക്കിനും ഫ്രൂട്ട് ഫ്ലൈസ് ഈ ട്രാപ്പിന്റെ അകത്തോട്ട് കയറിയിട്ടുണ്ടാവും. അടുത്തതായി നമുക്ക് നല്ല ചൂടുള്ള സോപ്പ് വെള്ളം എടുക്കണം. ഇനി ഇതിനെ നമ്മുടെ ജാറിലോട്ട് ഒഴിക്കാം. നമുക്ക് ഇതിനെ 1-2 മിനിറ്റ് വെക്കണം. അപ്പോഴേക്കും ഫ്രൂട്ട് ഫ്ലൈസ് എല്ലാം ചത്തിട്ടുണ്ടാവും. ഇനി ഈ ജാറിനെ നമുക്ക് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അടുത്ത ഫ്രൂട്ട് ഫ്ലൈ ട്രാപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഫ്രൂട്ട് ഫ്ലൈസിനെ നശിപ്പിക്കുന്നതെങ്കിൽ ഏകദേശം ഒരാഴ്ചയോളം ഇങ്ങനെ തുടരേണ്ടി വരും. ഇനി നമുക്ക് അടുത്ത ഫ്രൂട്ട് ഫ്ലൈ ട്രാപ്പ് നോക്കാം. ഇത് ഒരു ബൗൾ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. ഇതിനു വേണ്ടി നമുക്കൊരു ബൗൾ എടുക്കാം. ഒരു മീഡിയം സൈസ് ബൗൾ എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടൊരു സ്വീറ്റ് ബൈറ്റ് വെക്കാം. അതായത് ഓറഞ്ച്, ബനാന ഇവയിൽ ഏതെങ്കിലും ഒന്ന് വെക്കാം.
അല്ലെങ്കിൽ വൈൻ ഒഴിച്ചു കൊടുക്കാം, അതുമല്ലെങ്കിൽ പഞ്ചസാര, തേൻ. ഇനി നമുക്ക് ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് ഈ ബൗളിനെ കവർ ചെയ്തെടുക്കണം. ബൗളിനെ മുഴുവനായിട്ടും പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് കവർ ചെയ്യണം. നമുക്ക് എത്രത്തോളം ടൈറ്റായി കവർ ചെയ്യാൻ പറ്റുമോ അത്രയും ടൈറ്റായി കവർ ചെയ്യണം. ഇനി നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ഈ പ്ലാസ്റ്റിക് റാപ്പിൽ കുറെ ഹോൾ ഉണ്ടാക്കാം. അതായത് ഫ്രൂട്ട് ഫ്ലൈസിന് ഇതിന്റെ അകത്തോട്ട് പറന്ന് കയറാൻ കഴിയണം. കഴിയുന്നത്ര ചെറിയ ഹോൾസ് ഉണ്ടാക്കണം. ഹോൾസ് വലുതായാൽ ഫ്രൂട്ട് ഫ്ലൈസ് തിരിച്ച് പോകും. ഇനി ഇതിനെ നമുക്ക് ഓവർനൈറ്റ് വെക്കാം. നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും പ്ലാസ്റ്റിക് റാപ്പിന്റെ അകത്ത് ഫ്രൂട്ട് ഫ്ലൈസ് എല്ലാം ഉണ്ടാകും. ഇതിനെ നമുക്ക് ചൂടുള്ള സോപ്പ് വെള്ളം ഉപയോഗിച്ച് നശിപ്പിക്കാം. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. അതായത് നമുക്ക് ഫ്രൂട്ട് ഫ്ലൈസിനെ നശിപ്പിക്കാൻ സ്പ്രേകൾ ഉപയോഗിക്കാം. ഇതിനുവേണ്ടി നമുക്ക് 70% റബ്ബിംഗ് ആൽക്കഹോളിനെ ഒരു സ്പ്രേ ബോട്ടിലിൽ എടുക്കാം. ഇതിനെ നമുക്ക് ഫ്രൂട്ട് ഫ്ലൈസ് ഉള്ളിടത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇവ പെട്ടെന്ന് തന്നെ നശിച്ചുകൊള്ളും. സ്പ്രേ ചെയ്യുന്നതിന് മുൻപായി ജനലുകളും വാതിലുമെല്ലാം തുറന്നിടണം. അതുപോലെ തന്നെ ഗ്ലൗസ് ധരിക്കുകയും വേണം. ഫ്രൂട്ട് ഫ്ലൈസിനെ നശിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഇൻസെക്ടിസൈഡ്സിനെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇവ നശിച്ചതിന് ശേഷം തിരിച്ചു വരാതെ നമ്മൾ ശ്രദ്ധിക്കണം.